ഒക്ടോപ്പസോ? ഇന്ന് വീട്ടിലേക്ക് മീൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഓരോരോ പാത്രം ഇങ്ങനെ ആക്കി വെക്കായിരുന്നു ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നി അത് വെറുതെ ഒരു വീഡിയോ ഇട്ടാലോന്ന്. പിന്നെ ഫോൺ ഒരു ഭാഗത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും എന്താ ചെയ്യുക, ഈ നേരത്തെ എനിക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണോ, ഒരു കൈ കൊണ്ട് മീൻ എടുത്തിടണോ. അല്ല, പെട്ടെന്ന് വരുന്ന ഓരോ ഐഡിയാസ് അല്ലേ. കുറേ മുൻപൊക്കെ നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഓരോ കവറിലാക്കി വെക്കലായിരുന്നു. ഇപ്പം നമ്മളിതാ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ മീൻ കുറേ ദിവസം ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ. എല്ലാം ഒരുപോലത്തെ പാത്രങ്ങളിൽ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ തപ്പാനുള്ള മടി കൊണ്ടാണ്. മാന്തലുണ്ട്, ജഷുണ്ട്, കൂന്തലുണ്ട്, നത്തലുണ്ട്. ഈ ജഷ് ഉണ്ടോ, അത് ഞാൻ 2 ആക്കി വെച്ചത്. ഒന്ന് പൊരിക്കാനുള്ളത്, ഒന്ന് കറി വെക്കാനുള്ളതാണ്. പിന്നെ മാന്തൽ 3 വെച്ചിട്ടുണ്ട്, കാരണം അത് അത്ര തന്നെ ചിലവാവുള്ളൂ. കൂന്തൽ 1 വെച്ചിട്ടുള്ളൂ, കാരണം അത് ഒറ്റ ദിവസത്തേനെ ഉണ്ടാവുള്ളൂ 1 കിലോ. കൂന്തൽ ഉണ്ടാക്കുന്ന ദിവസം കുട്ടികളെ ചോറിനെക്കാട്ടിലും കൂടുതൽ കഴിക്കാൻ മീനാണ് കേട്ടോ. എന്തായാലും ഹെയ്സ് ഇത് കണ്ടിട്ട് ഒക്ടോപ്പസ് ഒക്ടോപ്പസ് പറഞ്ഞ് നടക്കായിരുന്നു കേട്ടോ. മീനുകൾക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാല: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടലുണ്ട് കേട്ടോ. കൂന്തൽ ഇതൊക്കെ പാടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് തീരെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യുക. ഇത് അതേപോലെ നല്ല വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇലയും ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി അടിപൊളിയാണ്. അടുത്ത ടാസ്ക് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കല. ഇന്ന് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ രാത്രി കുറച്ച് പണി കിട്ടും, കാരണം നമ്മൾ അടുത്ത സ്റ്റോക്കിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നഗറ്റ്സും സംഭവങ്ങളൊക്കെ. എന്തായാലും അതൊക്കെ എങ്ങനെയൊക്കെ പിന്നെ മാറ്റി മേലക്ക് വെച്ച് സെറ്റാക്കി. രാത്രി ആകുമ്പോഴത്തേനൊക്കെ നല്ല ഐസായിട്ടോ. ബേബി മീനാണല്ലേ, അയ്യോനുണ്ടാക്കി തരാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ പരിപാടി നത്തൽ ഫ്രൈ ആണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ മസാല കുറവായി തോന്നുമെങ്കിലും നല്ല എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.